ഹരിശ്രീ ഗണപതയേ നമ. ഹവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമപാദഭക്തി കൊണ്ടു ശുദ്ധാത്മാവായ ശാരിക പൈതലേ നീ ചൊല്ലടോ രാമായണം. ചൊല്ലുവനെങ്കിൽ കേട്ടുകൊള്ളുവിൻ എല്ലാവരും, നല്ല സൽക്കഥ ഇതു കല്യാണപ്രദമല്ലോ. ഉത്തര രാമായണം വാൽമീകി മുനി പ്രോക്തം, ഉത്തമോത്തമമിതം മുക്തിസാധനം പരം. അഗസ്ത്യാദികളുടെ വരവ്. രാവണാദികില രക്ഷോഗണ വധം ചെയ്തു ദേവകളാലും അഭിപൂജിതനായ രാമൻ, ദേവിയും അനുജനും വാനരപ്പടയുമായി സേവക ജനവുമായി പുഷ്പകം കരയേറി വേഗമോടയോധ്യ അഭിഷേകവും ചെയ്തു ലോകങ്ങൾ 14 പാലിച്ചു വാഴും കാലം. നാനാദേശങ്ങൾ തോറും വാണിടും മുനീജനം, മാനവവീരൻ തന്നെ കാൺമാനായി വന്നാരല്ലോ. വാസവദിക്കിൽ നിന്നു വന്നിതു കണ്വാദികൾ, കൗശികാഗസ്ത്യാദികൾ ദക്ഷിണ ദിക്കിൽ നിന്നും. പശ്ചിമദിക്കിൽ നിന്നു വന്നിതു ദൗമ്യാദികൾ, വിശ്വാമിത്രനും ജമദഗ്നിയും ഗൗതമനും. അത്രികാശ്യപൻ ഭരദ്വാജനും വസിഷ്ഠനും ഉത്തരദിക്കിൽ നിന്നും വന്നിതൊന്നിച്ചു തന്നെ. ദ്വാരപാലകനോടു കുംഭസംഭവൻ ചൊന്നാൻ, ആരണരായ ഞങ്ങൾ വന്നതങ്ങറിയിച്ചു. നേരത്തു വന്നിടു നീ എന്നതു കേട്ട നേരം, ദ്വാരപാലനും നരവീരനോടുണർത്തിച്ചാൻ. ഗോപുരദ്വാരത്തിങ്കൽ പാർത്തു നിന്നരുളുന്നു താപസപ്രവരന്മാരാം അഗസ്ത്യാദിജനം. പൗരന്മാരോടും അതു കേട്ടു രാഘവൻ ചെന്നു, പാരാതെ കൂട്ടിക്കൊണ്ടു പോന്നുതൽ സഭാതലേ. ആസന പാദ്യാർഘ്യാദി കൊണ്ടു പൂജിച്ചു വന്ദിച്ചാദരപൂർവം മുനീന്ദ്രാജ്ഞയായതാ സുഖം. പാർത്ഥിവോത്തമൻ പരമാസനം ബുക്കശേഷം ആസ്തയാ മുനിവർഗത്തോടരുൾ ചെയ്തിടിനാൻ. സൗഖ്യമോ നിങ്ങൾക്കെല്ലാം എന്നതു കേട്ടു ലോകശ്ലാഘ്യന്മാരായ മുനി ശ്രേഷ്ഠന്മാരരുൾ ചെയ്തു. യക്ഷോജാതികളെയും വധിച്ചു ലോകത്രയം രക്ഷിച്ചു സീതാദേവി തന്നോടും കൂടെ ഭവാൻ. സൗഖ്യമായി വാഴുന്നതു കാൺകയിൽ ഞങ്ങൾക്കുണ്ടോ സൗഖ്യം മറ്റിതിൽ പരം മാനവശിഖാമണി. പിന്നെ നീ ദശാസ്യനെ കൊന്നതു കൊണ്ടു ലോകം നന്നു നന്നെന്നു പുകഴ്ത്തുന്നതജ്ഞാനമത്രേ. സർവലോകവും ജയിക്കാമല്ലോ ഭവാനിഹ, കേവലം ദശാസ്യനെ കൊന്നതെന്തൊരു ചിത്രം. രക്ഷോനായക സുതനാകിയ രാവണിയെ ലക്ഷ്മണൻ കൊല ചെയ്തതോർക്കിലത്രയും ചിത്രം. കുംഭസംഭവനിത്തം അരുളി ചെയ്ത നേരം അംബോജാക്ഷനും ജനിച്ചപ്പോഴേ ചോദ്യം ചെയ്താൻ. രാവണൻ ജഗത്രയ കണ്ടകൻ, അവനിലും രാവണി തന്നെ പ്രശംസിപ്പതിനെന്തു മൂലം. ഊക്കേറും ദശാനനപുത്ര വിക്രമമെല്ലാം കേൾക്കണം അരുളി ചെയ്തിടാമെന്നാകിലിപ്പോൾ. രാക്ഷസ കുലോൽപ്പത്തി എന്നതു കേട്ട നേരം അഗസ്ത്യനരുൾ ചെയ്തു, മന്നവാ കേട്ടുകൊള്ളുക രാവണീ വൃത്താന്തങ്ങൾ. രാവണനുടെ തപോബലവും ശൗര്യങ്ങളും പൂർവരാക്ഷസ കുലോൽപ്പത്തിയും അറിയിക്കാം. ബ്രഹ്മനന്ദനായ പുലസ്ത്യ തപോധനൻ നിർമ്മലൻ മഹാമേരു തന്നെ പാർശ്വത്തിങ്കൽ ചെന്നുടൻ തൃണബിന്ദു തന്നെ ആശ്രമത്തിൽ അന്യൂനമായ തപോ നിഷ്ഠയാ വാഴും കാലം. തത്ര ചെന്നിടും ചില കന്യകാജനങ്ങളും ചിത്തകൗതുകത്തോടും കളിപ്പാൻ പലരുമായി. നിത്യവും കണ്ടു കണ്ടു പുലസ്ത്യ തപോധനൻ ഉൾത്താരിലോർത്താനിതം എത്രയും ഉപദ്രവം. കന്യകാജനം ഇനിയിവിടെ വരുന്നാകിൽ അന്നേയുണ്ടാക ഗർഭം എന്നൊരു ശാപം ചെയ്താൻ. പിറ്റേനാൾ കന്യകമാർ ചെന്നീല കളിപ്പാനായി മുറ്റുമത്തബോധനൻ തന്നെ ശാപഭയാൽ. അക്കഥയേതും അറിയാതെ പോയി ചെന്നിടിനാൾ മുഖ്യനാം തൃണബിന്ദു ഭൂപതിയുടെ മകൾ. തന്നെ സഖികളെ അന്വേഷിച്ചങ്ങോടിങ്ങോട്ടന്യനാരികളെ കാണാഞ്ഞവൾ പോയാളല്ലോ.
ഗർഭവുമുണ്ടായി വന്നീതപ്പോഴോ തതുമൂലം ഉൾപ്പേടിയോടും കൂടെ താതസന്നിധോ ചെന്നാൾ. പുത്രിതൻ വൃത്താന്തങ്ങൾ അറിഞ്ഞു തൃണബിന്ദു സത്വരം ചെന്നു പുലസ്ത്യാശ്രമേ മകളുമായി ലോകേശാത്മജപദം വന്ദിച്ചു നരേന്ദ്രനും ആകാംക്ഷയോടു ചോദിച്ചിടിനാൻ മനോഗതം. നിന്തിരുവടിയുടെ ശാപം കൊണ്ടുണ്ടായൊരു സന്താപം തീർപ്പാനിനി മറ്റാരുമില്ലയല്ലോ. ചിന്തിച്ചാലിനി മമപുത്രിയെ യഥാവിധി നിന്തിരുവടി തന്നെ കൈക്കൊള്ളുന്നതേ വരൂ. അങ്ങനെ തന്നെയെന്നു പുലസ്ത്യ മുനീന്ദ്രനും മംഗലാരത്നത്തെയും കൈക്കൊണ്ടാൻ വഴിപോലെ. വേദവിശ്രവണേന ഗർഭമുണ്ടായ മൂലം ജാതനാം കുമാരനു വിശ്രവസ്സെന്നു നാമം. വൈശ്രവണന്റെ ഉത്ഭവം. അക്കാലം ഭരദ്വാജൻ തന്നെ പുത്രി തന്നെ വിഖ്യാത ഗുണവാനാം വിശ്രവസ്സിനു നൽകി. വിശ്രവസ്സിനു സുതനായവൾ പെറ്റുണ്ടായി വിശ്രുതകീർത്തിയോടെ വൈശ്രവണനു വന്നാൾ. ദിവ്യവത്സരം 49,000 അവ്യാജം തപസ്സു ചെയ്താൻ നിരാഹാരനായേ. ദിഗ്പാലത്വവും നിധീശത്വവും കൊടുത്തിതു പുഷ്പക വിമാനവും അക്കാലം വിധാതാവും. വരവും വിമാനവും വാങ്ങി വൈശ്രവണനും ത്വരിതം ജനകനെ ചെന്നു കൈവണങ്ങിനാൻ. നന്ദനാഭ്യുദയങ്ങൾ കണ്ടു വിശ്രവസ്സുമാനന്ദം ഉൾക്കൊണ്ടു ഗാഢാശേഷവും ചെയ്തിടിനാൻ. അന്നേരം പിതാവിനോടർത്ഥിച്ചാൻ കുമാരനും ഇന്നെനിക്കിരിപ്പതിനെവിടെ സുഖമുള്ളൂ. നിന്തിരുവടി അരുൾ ചെയ്യണം എന്നു കേട്ടു ചിന്തിച്ചു പറഞ്ഞിതു വിശ്രവസ്സതു നേരം. വിശ്വകർമാവു നിർമ്മിച്ചിടിനാനല്ലോ പുരാ വിശ്വവിസ്മയകരമാകിയ ലങ്കാപുരം. ദക്ഷിണാബ്ദിയിൽ ത്രികൂടാചലോപരി തത്ര രക്ഷോ വീരന്മാർക്കു വാണിടുവാൻ വിചിത്രമായി. യാതുദാനന്മാരെല്ലാം അവിടെ സുഖത്തോടെ അതിവേർപ്പെട്ടു വസിച്ചിടിനാർ പലകാലം. ആതിഥേയന്മാരെ പീഡിപ്പിച്ചാരതുമൂലം ആദിനാരായണനും അവരെ കൊല ചെയ്താൻ. ശേഷിച്ച നിശാചരർ പാതാളെ ചെന്നു പുക്കാർ ദോഷത്തെ നീക്കി തത്ര വസിക്കാം നിനക്കിപ്പോൾ എന്നതു കേട്ടു താതൻ തന്നെയും വണങ്ങിപ്പോ ചെന്നതി വിചിത്രമായി നിർമ്മിച്ച രാജധാനി. തന്നിലമ്മാറു സുഖിച്ചിരുന്നു വൈശ്രവണൻ മന്നവാ കേട്ടാലുമെന്ന് അഗസ്ത്യനരുൾ ചെയ്തു. രാമചന്ദ്രനു അപ്പോൾ തൊഴുതു ചോദ്യം ചെയ്താൻ മാമുനിപ്രവരനാം അഗസ്ത്യനോടു മുതാ. പുലസ്ത്യ കുലോത്ഭവന്മാർ നിശാചരരെന്നു പലർക്കും മതമതേ കേട്ടിട്ടുള്ളിതു ഞാനും. രാക്ഷസരതിൻ മുമ്പേ ഉണ്ടായ പ്രകാരവും സൗഖ്യം പൂണ്ടവരെല്ലാം ലങ്കയിൽ വാണവാറും. സാക്ഷാൽ ശ്രീനാരായണൻ അവരെ വധിച്ചതും ആഖ്യാനം ചെയ്തിടണം എന്നോടു തപോനിധേ. യക്ഷരക്ഷസുകളുടെ ഉത്ഭവം. അംഭോജ വിലോചനൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ കുംഭസംഭവൻ തെളിഞ്ഞകിലം അറിയിച്ചാൻ. അംഭോജോത്ഭവൻ തപശക്തി കൊണ്ടാദികാലേ അംബസാപുരം നിർമ്മിച്ചിടിനോരനന്തരം. സൃഷ്ടിച്ചാൻ ചിലരെ അന്നേരത്തു തൊഴുതവ സൃഷ്ടികർത്താവിനോടു ചോദിച്ചാർ ഞങ്ങൾക്കെല്ലാം. പൈതാഹാദികൾ തീർപ്പാൻ എന്തു സാധനമെന്നു ജാതസംഭ്രമത്തോടു ചോദിച്ചോരനന്തരം. മന്ദഹാസവും പൂണ്ടു രക്ഷ്യതാമെന്നു ചൊന്നാൻ. മന്ദന്മാരതു കേട്ടു രക്ഷ്യാമോ വയമെന്നാർ. എന്നതിൽ ചിലരപ്പോൾ യക്ഷ്യാമോ വയമെന്നാർ. അർണോജാസനൻ അപ്പോൾ അവരോടരുൾ ചെയ്താൻ. എന്നോടു നിങ്ങളിത്തം ചൊന്ന കാരണത്തിനാൽ യക്ഷോജാതികൾ നിങ്ങൾ അന്യന്മാരെല്ലാമിനി. യക്ഷന്മാരെന്നും അരുൾ ചെയ്തിതു രണ്ടു വിധം. യക്ഷോജാതികളിൽ വെച്ചുത്തമന്മാരായി വന്നാർ. അക്കാലം ഹേതിയെന്നും മറ്റവൻ പ്രഹേതിയും ജ്യേഷ്ഠനായുള്ള ഹേതി കാലന്തൻ ഭഗിനിയെ വേട്ടിതു ഗൃഹസ്ഥാധർമ്മത്തെ രക്ഷിപ്പാനായി ബ്രഹ്മചര്യത്തോടിരും നീടിനാൻ പ്രഹേതിയും. നിർമ്മലനായ ഹേതിക്കുണ്ടായി തനയനും വിദ്യുൽകേശാഖ്യനവനത്രയും ഗുണവാനായി. ഉദ്യോത ശരീരനായി വർത്തിച്ചിടിന കാലം സുന്ദരി സാല കടം കടയാം നാമം പൂണ്ട. സന്ധ്യാനന്ദന തന്നെ കൈക്കൊണ്ടാൻ കുതൂഹലാൽ. കന്ദർപ്പ വിവശനായി സന്ധ്യാനന്ദനയോടും നന്ദിച്ചു ലോകങ്ങളിൽ സഞ്ചരിച്ചിടും കാലം.
മന്ദരഗിരീതടം പ്രാപിച്ച നേരമൊരു നന്ദനൻ തന്നെ സന്ധ്യാപുത്രിയും പ്രസവിച്ചാൾ. നന്ദനൻ തന്നെ പരിത്യജിച്ചു യഥാരുചി കന്ദർപ്പലീല പൂണ്ടു പിന്നെയും നടകൊണ്ടാർ. ഭൂതലെ കിടന്നതിദാരുണനാദത്തോടു രോദനം ചെയ്താനല്ലോ ബാലനോ മധുനേരം. ആകാശമാർഗെ മഹാദേവനും ദേവിയുമായ കാന്തേ സരവസം എഴുന്നള്ളുമ്പോൾ മുതാ കാണായി തേജസ്സൊടും ബാലനെ താഴെ തത്ര വന്യഭൂമിയിൽ കിടക്കുന്നതു താനെ തന്നെ. കാരുണ്യം പൂണ്ട ദേവി തന്നെ വചനത്താൽ ആരണ്യദേശേ കീഴ്പോട്ടിറങ്ങി മഹേശനും. ദേവിയും എടുത്തു തന്മുലയും കൊടുത്തിതു ദേവനും പ്രസാദിച്ചു വരവും നൽകിയിടിനാൻ. മൽപരിചാരകനായി വാഴുക മേൽനാളെന്നു മുപ്പുരവൈരിയൊരു വരവും നൽകിയിടിനാൻ. അപ്രദേശാന്തേ നല്ലൊരാലയമുണ്ടായി വന്നിതപ്പോഴേ ഭവിച്ചിതു യൗവനം കുമാരനും. ആത്മസന്തോഷം കൈക്കൊണ്ടീശ്വരി ദേവിദാനം ആത്മജന്മാരുമുണ്ടായി വരികെന്നരുൾ ചെയ്തു. നാമവും സുകേശനെന്നരുളി ചെയ്തു നാഥൻ. ആമയം തീർന്നു വണങ്ങിടിനാൻ സുകേശനും. പുഷ്കരദേശത്തിങ്കൽ ശില്പമായുള്ള പുരം പുക്കുസൗഖ്യേന വസിച്ചിടിനാൻ സുകേശനും. അന്തകാന്തകഭൃത്യൻ തന്മഹിമാനം കണ്ടു ഗന്ധർവപ്രവരനാം ഗ്രാമണീയതുകാലം. തന്നെ വേദവതിയാകിയ തനൂജയെ ധന്യനാം സുകേശനു കൊടുത്താൻ മടിയാതെ. ശാല്യന്മാരല്ലാതെ കണ്ടുണ്ടായി സുകേശനു മാല്യവാൻ സുമാലിയും മാലിയുമെന്നു മൂവർ പുത്രന്മാർ. മഹാബലവിക്രമകീർത്തിയോടും ശക്തി പൂണ്ടൊരുമിച്ചു തപസ്സു തുടങ്ങിനാർ. മേരുസന്നിധോ നിരാഹാരന്മാരായി നിന്നു വാരിജോത്ഭവൻ തന്നെ ചിന്തിച്ചു ചിരകാലം. നിന്നതു കണ്ടു ചതുർമുഖനും പ്രസാദിച്ചു ചെന്നവർ ചൊന്നവരം എല്ലാമേ നൽകിയിടിനാൻ. പുഷ്കരോത്ഭവൻ മറഞ്ഞിടിനോരനന്തരം രക്ഷോവീരന്മാർ തത്ര തപസ്സും സമർപ്പിച്ചാർ. ലോകവാസികളെയും പീഡിപ്പിച്ചവരെല്ലാം ആകുലമകന്നു വാണിടിനാരതുകാലം. വിശ്വകർമാവു തന്നെ വിളിച്ചു ചൊന്നാനവർ വിശ്വവിസ്മയകരമാകിയ പുരം ഭവാൻ നിർമ്മിച്ചു തന്നിടുക ഞങ്ങൾക്കെന്നതു കേട്ടു. നിർമ്മലനായ വിശ്വകർമാവും ഉര ചെയ്താൻ. മുന്നം ഞാൻ അമരേന്ദ്രൻ തന്നെ നിയോഗത്താൽ ഉന്നതമായ ത്രികൂടജലോപരി തീർത്തേൻ. 30 കാതദ്വയ വിസ്തൃതമായിട്ടതീ ശില്പമായൊരു പുരം ദക്ഷിണോദതിമധ്യേ. ലങ്കയെന്നല്ലോ നാമം അവിടെയിരിക്ക പോയി ശങ്ക കൂടാതെ ശത്രു പീഡയുമുണ്ടായി വരാ. എന്നതു കേട്ട നേരം മൂവരും ഒരുമിച്ചു ചെന്നു ലങ്കയിൽ വസിച്ചിടിനാർ സുഖത്തോടെ. നർമ്മദയായ ഗന്ധർവസ്ത്രീ തൻ മക്കളെയും സമ്മാനിച്ചവർക്കു നൽകിയിടിനാരതുകാലം. ഉത്രമാം നക്ഷത്രം കൊണ്ടവരും വിവാഹം ചെയ്തെത്രയും ആനന്ദിച്ചു വസിച്ചാരതുകാലം. സുന്ദരി എന്നു പേരാം മാല്യവാനുട പത്നി സുന്ദരഗാത്രി വേറ്റിട്ടുണ്ടായി പുത്രന്മാരും. മത്തനും ഉന്മത്തനും വജ്രദംഷ്ടനും പിന്നെ സുപ്തഗ്നൻ വിരൂപാക്ഷൻ ദുർമുഖൻ യജ്ഞാന്തകൻ എന്നിവരേഴുപേർക്കും സോദരിയായിട്ടുണ്ടായി വന്നിതു കന്യകയും അനല എന്നു പേരായി. പിന്നയ സുമാലിതൻ വല്ലഭ കേതുമതി തന്നെ പുത്രന്മാരായി 10 പേരുണ്ടായി വന്നു. കന്യകമാരും 4 സുമാലിക്കും മന്നവാ ചൊല്ലിടുവൻ അവർകളുടെ പേരും. പ്രഹസ്തൻ, വികടനും, ധൂമ്രാക്ഷൻ, അകമ്പനൻ, മഹത്വമേറും സുപാർശ്വൻ, ദണ്ഡൻ, സംഹ്രാതിയും, പ്രജങ്കൻ, കാലധനുസ്സും, വാസശ്രവണനും, ഭഗയും, പുഷ്പോത്കട, കൈകസി, കുംഭീനസി. സുഖവും മനസ്സി വർദ്ധിച്ചിതു സുമാലിക്കും തനയന്മാരായി മാലിക്കുണ്ടായി വസുത പെറ്റനലൻ അനിലനും വരനും സമ്പാദിയും. പുത്രന്മാരോടും പടയോടും ഒന്നിച്ചു നടന്നെത്രയും പീഡിപ്പിച്ചാരവരും ജഗത്രയം. ദേവതാപസ് ഗന്ധർവോരകന്മാരും പരിദേവനത്തോടും ഒളിച്ചിടിനാർ ഗുഹതോറും. അക്കാലം ദേവാദികൾ കൈലാസത്തിങ്കൽ ചെന്നു ദക്ഷാരി തന്നെ സ്തുതിച്ചവസ്ഥയറിയിച്ചാർ.
വൃത്താന്തം കേട്ട ശേഷം ഋതുശാസനൻ താനും മുൾത്താരിൽ സുകേശനീ ഓർത്തരുൾ ചെയ്തിടിനാൻ. കൊല്ലുന്നീലവരെ ഞാനെങ്കിലും നിങ്ങളോടു ചൊല്ലുവൻ ഉപായമാപത്തു തീർത്തിടുവാനായി. ചെല്ലുക നിങ്ങളിനി ക്ഷീരസാഗര തീരെ, ചൊല്ലുക മുകുന്ദനോടുള്ള സങ്കടമെല്ലാം. കല്യാണമൂർത്തി തന്നെ ദുഷ്ടരാക്ഷസരെയും കൊല്ലുമെന്നറിഞ്ഞാലും നിങ്ങളെ രക്ഷിപ്പാനായി. എന്നതു കേട്ട നേരം ദേവകൾ മഹേശനെ വന്ദിച്ചു വേഗേന പോയി പാൽക്കടൽ തീരം പുക്കാർ. ഭക്തി കൈക്കൊണ്ടു നന്നായി സ്തുതിച്ചു തുടങ്ങിനാർ ഭക്തവത്സലനായ പത്മനാഭനെ തഥാ. നമസ്തേ നാരായണ മുകുന്ദ ദയാനിധേ, നമസ്തേ വാസുദേവ ഗോവിന്ദ ജഗൽപദേ, നമസ്തേ ലോകേശ്വര നമസ്തേ നരകാരേ, രമിച്ചിടണം ചിത്തം ഭവതി രമാപദേ. പുണ്ടരീകാക്ഷ ജയ പുരുഷോത്തമ ജയ, ചണ്ഡികാപതി ഹൃദയ വത്സ ജയ ജയ, വേദാന്തവേദ്യ ജയ വേദാർത്ഥാത്മക ജയ, കേശവ ജയ ജയ മാധവ ജയ ജയ, ശക്തി സംയുക്ത ജയ ശാശ്വത ജയ ജയ, ഭക്തവത്സല ജയ പരമാനന്ദ ജയ. നിർജ്ജരപ്രവരന്മാരി വണ്ണം സ്തുതിച്ചേറ്റം മർത്തിച്ചു വസിച്ചളവകില ജഗന്നാഥൻ. യോഗനിദ്രയും ഉണർന്നരുളി ചെയ്തിടിനാൻ, ആഗമിപ്പതിനെന്തു കാരണം നിങ്ങളെല്ലാം. സന്തുഷ്ടന്മാരായ എന്നെ സേവിപ്പാൻ വരികയോ, സന്താപമേതാനുമുണ്ടാകയോ ചൊല്ലിടുവിൻ. ചിന്തിതമെല്ലാം ഒക്കെ സാധിപ്പിച്ചിടുവൻ ഞാൻ, അന്തരമേതുമില്ല വിബുധ ശ്രേഷ്ഠന്മാരെ. അച്യുതനേവം അരുൾ ചെയ്തതു കേട്ട നേരം, ദുശ്ചവനനും തൊഴുതകിലം അറിയിച്ചാൻ. ചന്ദ്രശേഖരപ്രിയനാകിയ സുകേശനോ നന്ദനന്മാരായി 3 രാക്ഷസരുണ്ടായി വന്നു. മാല്യവാൻ സുമാലിയും മാലിയും ഒരുമിച്ചു ബാല്യകാലത്തെ തപോ നിഷ്ഠയാ വിരിഞ്ചനെ സന്തോഷിപ്പിച്ചു വരം വാങ്ങിക്കൊണ്ടവരിപ്പോൾ സന്താപം ജഗത്രയത്തിങ്കലും വളർത്തുന്നു. ശങ്കരൻ സുകേശനിലുള്ള വാത്സല്യം കൊണ്ടു കിം കരോമ്യഹമിതി ചഞ്ചല മനസ്കനായി. പങ്കജ വിലോചനോടുണർത്തിക്ക എന്നാൽ സങ്കടം തീർക്കും ജഗന്നാഥനെന്നറിഞ്ഞാലും. രക്ഷോവീരന്മാരെയും വധിച്ചു ജഗത്രയം രക്ഷിക്കും ലക്ഷ്മീവരൻ എന്നരുൾ ചെയ്തു രുദ്രൻ. ഞങ്ങളും അതു കേട്ടു നിന്തിരുവടിയെ കണ്ടിങ്ങു വന്നുണർത്തിപ്പാനായി വിട കൊണ്ടു നാഥ. മറ്റൊരു ശരണമില്ലി ജനത്തിനു പോറ്റി മുറ്റും നിന്തിരുവടി ഒഴിഞ്ഞു ദയാനിധേ. ഇത്തരം ദേവഗണം ഉണർത്തിച്ചതു നേരം ചിത്തകാരുണ്യത്തോടു മുകുന്ദനരുൾ ചെയ്തു. രക്ഷോവീരന്മാരെയും വധിച്ചു ഭവാന്മാരെ രക്ഷിച്ചിടുവതിനില്ല സംശയമേതും. യാതുദാനന്മാർ പീഡിപ്പിക്കിലന്നേരമൊരു ദൂതനെ നിയോഗിച്ചാൽ അപ്പോഴേ വരുവൻ ഞാൻ. എങ്കിലോ നിങ്ങളങ്ങു പോയാലും ഇനിയെന്നു പങ്കജ വിലോചനൻ അരുളി ചെയ്ത ശേഷം, വന്ദിച്ചു ദേവകളും പോയി ചെന്നു നിജ നിജ മന്ദിരം പുക്കു വസിച്ചിടിനോരനന്തരം. മാല്യവാൻ അനുജന്മാരോടുര ചെയ്തു നിങ്ങൾ ബാല്യം കൊണ്ടുള്ള മതം കളഞ്ഞു കേട്ടിടുവിൻ. നമ്മുടെ ദോഷമെല്ലാം ദേവകൾ ചെന്നു കണ്ടു മന്മഥവൈരിയോടു സങ്കടമറിയിച്ചു. അന്നേരം സുകേശനിലുള്ള വാത്സല്യം കൊണ്ടു പന്നക വിഭൂഷണൻ അവരോടരുൾ ചെയ്തു, കൊല്ലുന്നീലവരെ ഞാൻ നിങ്ങൾക്കു താപം തീർപ്പാൻ ചൊല്ലുവൻ ഉപായവും ഖേദിക്ക വേണ്ട നിങ്ങൾ. ചെല്ലുവിൻ പാലാഴിപൂക്കംബുജനേത്രനോടു ചൊല്ലുവിൻ വൃത്താന്തം ഞാൻ ചൊന്നതും ചൊല്ലിടുവിൻ. കല്യാണമൂർത്തി കരുണാകരൻ നാരായണൻ എല്ലാ ജാതിയും പരിപാലിക്കും ജഗത്രയം. ശങ്കരവാക്യം കേട്ടു ദേവകൾ അപ്പോഴേ പോയി സങ്കടം നാരായണൻ ഓടവർ ചൊല്ലിടിനാർ. പങ്കജാക്ഷനും ത്രിദശന്മാരോടരുൾ ചെയ്തു, സങ്കടമെല്ലാം തീർപ്പൻ ഞാൻ തന്നെ സുരന്മാരെ. ദേവകളതു കേട്ടു തെളിഞ്ഞു മരൂപിനാർ, ആവതെന്തിനെ നമുക്കെന്നതു ചിന്തിക്കണം. കൊണ്ടനേർ വർണ്ണൻ ത്രിദശന്മാർക്കു വേണ്ടി തന്നെ പണ്ടു ദൈദേയന്മാരെ പലരെ കൊല ചെയ്താൻ. നമ്മയും കൊല്ലും അവനില്ല സംശയമെന്നാൽ നമ്മുടെ നിലയെന്തെന്നോർത്തു കൽപ്പിക്കണം നാം.
സോദരന്മാരോടിത്തം മാല്യവാൻ പറഞ്ഞപ്പോൾ മേധുരന്മാരാമനുജന്മാരും മുര ചെയ്താർ. ആദിനാരായണനില്ലേതും ദൂഷണമിതിന് ആതിഥേയന്മാർക്കത്രേ സാഹസമാകുന്നതും. ദേവകളുടെ ഗർവം അടക്കിയിടണം, അതിനാവോളം വൈകിടാതെ കൂട്ടണം പടയിനെ. പാതാളത്തിങ്കൽ വാഴും അസുരേന്ദ്രന്മാരെയും യാതുദാനന്മാരെയും ഇപ്പോഴേ വരുത്തണം. ദൂതന്മാർ ചെന്നു വരുത്തിയിടിനാർ, പടയെല്ലാം ആതിഥേയാദികളും ഒക്കെ വന്നൊരുമിച്ചാർ. വാരണവാജീരഥ വിഹംഗ മൃഗജാലം ഏറിനാരായുധങ്ങൾ എടുത്തു പിടിച്ചവർ. ദേവകളോടു സമരത്തിനു പുറപ്പെട്ടാരാവോളം പിഴച്ചു കാണായിതു നിമിത്തങ്ങൾ. ദുർനിമിത്തങ്ങളൊന്നും ആദരിയാതെയവർ ചെന്നടുത്തിതു സുരലോകഗോപുരദ്വാരെ. ദേവേന്ദ്രൻ അതു കണ്ടു ദൂതനെ അയച്ചിതു ദേവദേവേശനായ ഭഗവാനോടു ചൊൽവാൻ. ദേവദൂതോക്തി കേട്ടു മാധവൻ തിരുവടി ദേവാരികളെയൊക്കെ നിഗ്രഹിപ്പതിനായി വൈനതേയന്മേലേറി ആയുധങ്ങളുമായി ദാനവന്മാരോടു യുദ്ധത്തിനു ചെന്ന നേരം. രക്ഷോവീരന്മാരെല്ലാം അടുത്തു യുദ്ധം ചെയ്താർ. പക്ഷീന്ദ്രധ്വജനും അസ്ത്രാബലി തൂകിയിടിനാൻ. യുദ്ധവൈദഗ്ധ്യമിനി മേലിലുള്ളേടം ചൊൽവാൻ എത്രയും പണിയെന്നാൽ എന്നു പൈങ്കിളി മകൾ. യുദ്ധവൈദഗ്ധ്യമിനി മേലിലുള്ളേടം ചൊൽവാൻ എത്രയും പണിയെന്നാൽ എന്നു പൈങ്കിളി മകൾ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.